ഹലോ, തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ബോട്ടിൽ ആർട്ട് വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ ബോട്ടിൽ ആർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ബോട്ടിലിന്റെ ഷേപ്പാണ്. ഞാൻ ഇതുവരെ ചെയ്യാത്ത ഒരു ഷേപ്പ് ഓഫ് ബോട്ടിലാണ് ഇന്നത്തെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടത് വളരെ സിമ്പിളായിട്ട് പെയിൻറ്റിംഗ് ഒന്നും അറിയാത്ത ആളുകൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന, എന്നാൽ വളരെ കുറച്ച് സമയത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. അപ്പോൾ ബോട്ടിൽ ആർട്ടിനൊന്നും വേണ്ടി ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാനില്ലാത്ത ആളുകൾക്ക് ഡെഫിനറ്റ്ലി ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണിത്. ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് വളരെ മിനിമലിസ്റ്റിക് ആയി വളരെ സിമ്പിളായിട്ടാണ് ഞാൻ ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ മാറ്റങ്ങൾ വരുത്താം. ആക്സസറീസ് എന്തെങ്കിലും ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഞാൻ ഇതിൻ്റെ സെൻട്രൽ ഡിസൈനിലേക്ക് കംപ്ലീറ്റ് അട്രാക്ഷൻ കിട്ടുന്ന പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. വളരെ ക്വിക്ക് ആൻഡ് ഈസി ആയിട്ട് എങ്ങനെയാണ് ഈ ബോട്ടിൽ ആർട്ട് ചെയ്യാന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ബോട്ടിൽ ക്ലീനിങ് വീഡിയോയിൽ പറഞ്ഞ പോലെ ആ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് നന്നായി ഡ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിലാണിത്. ബേസ് കോട്ടിന് വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ബ്ലാക്ക് അക്രിലിക് പെയിൻ്റ് ആണ്. സോ ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റ് ഒരു സ്പോഞ്ച് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. 2 coats ആണ് അപ്ലൈ ചെയ്യുന്നത്. ആദ്യത്തെ കോട്ട് അപ്ലൈ ചെയ്ത് അത് നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രം സെക്കൻഡ് കോട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ 2 കോട്ട് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റും അപ്ലൈ ചെയ്ത് നന്നായി ഡ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഡിസൈനാണ് നമ്മളിന്ന് ബോട്ടിലിൽ അപ്ലൈ ചെയ്യുന്നത്. ഈ ഡിസൈൻ ഡെക്കുപാജ് ടിഷ്യൂലാണ് ഉള്ളത്. ഈ ടിഷ്യൂ ഞാൻ വാങ്ങിയത് ദുബായ് മോളിലെ കിനോകുനി എന്ന് പറയുന്ന ആർട്ട് സപ്ലൈ സ്റ്റോറിൽ നിന്നാണ്. ഡെക്കുപാജ് ടിഷ്യൂ ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നത് ഡെക്കുപാജിന് വേണ്ടി തന്നെയുള്ള ഗ്ലൂ ആണ്. ഫെവിക്രിലിന് മൊഡ്പോജാണിത്. ഇതിന് 150 rupees ഒരു ബോട്ടിലിന്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ആർട്ട് സപ്ലൈ മെറ്റീരിയൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ടിഷ്യൂൻ്റെ എഡ്ജസ് സ്ട്രെയിറ്റ് കട്ട് എഡ്ജസ് ആണ്. അങ്ങനെ നമുക്ക് ബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടി നമ്മൾ സ്ലൈറ്റ്ലി ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ ടിഷ്യൂൻ്റെ എഡ്ജസ് എല്ലാം വെറ്റ് ചെയ്ത് ഈ കാണിച്ചിരിക്കുന്ന പോലെ ടോൺ എഡ്ജസ് ആയിട്ട് കിട്ടണം. ഇപ്പോൾ കാണിച്ച സെയിം മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ സ്ട്രെയിറ്റ് കോർണേഴ്സ് എല്ലാം റൗണ്ട് ഓഫ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ബോട്ടിലേക്ക് ഡെക്കുപാജ് ടിഷ്യൂ അപ്ലൈ ചെയ്യാം. എന്തെങ്കിലും ബാക്കിംഗ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുക. ചിലതിന് സിംഗിൾ ബാക്കിംഗ് ആയിരിക്കും, ചിലത് ഡബിൾ ബാക്കിംഗ് ആയിരിക്കും. അത് റിമൂവ് ചെയ്തതിന് ശേഷം ബോട്ടിലിൽ മോഡ്പോഡ്ജ് അപ്ലൈ ചെയ്ത് അതിൻ്റെ മുകളിൽ ടിഷ്യൂ റിങ്കിൾസും അതുപോലെ തന്നെ എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. എഡ്ജസും മോഡ്പോഡ്ജ് ഉപയോഗിച്ച് സീൽ ചെയ്യാൻ മറക്കരുത്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റിന് മുകളിൽ ഈ കാണിച്ചിരിക്കുന്ന പോലെ നാപ്കിൻ റൺ ചെയ്ത് റിങ്കിൾസോ എയർ ബബിൾസോ ഒന്നും സ്റ്റിക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ വന്നിട്ടില്ല എന്ന് എൻഷുർ ചെയ്യാം. സ്റ്റിക്ക് ചെയ്ത് കൊടുത്ത് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് ഈ കാണിച്ചിരിക്കുന്ന പോലെ ബേസ് കോട്ടിൻ്റെ കളർ എന്താണോ അത് തന്നെ എൻസിൽ മാത്രം ഒന്ന് സ്പോഞ്ച് ഉപയോഗിച്ച് അപ്ലൈ ചെയ്ത് കൊടുത്ത് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അതും ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കംപ്ലീറ്റ് ഡെക്കുപാജ് ടിഷ്യൂവിൻ്റെ മുകളിൽ മോഡ്പോഡ്ജ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു വൈറ്റ് ലെയർ ആയിട്ടാണ് കാണുക, പക്ഷേ ഡ്രൈ ആവുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻറ്റ് ആൻഡ് ഗ്ലോസി ആയിട്ട് മാറും. അതും ഡ്രൈ ആയതിനു ശേഷം വാർണിഷ് അപ്ലൈ ചെയ്യാം. വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ബോട്ടിൽ ആർട്ടും എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കിത് റീക്രിയേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി റീക്രിയേറ്റ് ചെയ്ത് എനിക്ക് ഫോട്ടോസ് അയച്ചു തരാൻ മറക്കരുത്. ഫോട്ടോസ് എങ്ങനെയാണ് അയക്കാന്നുള്ളത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഇന്നും ഞാൻ പറയുന്നുണ്ട്. അത് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാ ദിവസവും നമുക്ക് പുതിയ മെമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഓർ ഇമെയിൽ, ഇതിനെല്ലാം ലിങ്ക്സ് അതുപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സും ഞാൻ വീഡിയോയിലും എഴുതി കാണിക്കുന്നുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഈസി ആയ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോലത്തെ വർക്ക്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്തിടുക. അപ്പോഴേ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾ നോട്ടിഫൈഡ് ആവുള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.